സാധാരണക്കാരെ പറ്റിക്കുന്ന കോലം. കർണാടകത്തിലൊരു പ്രാവശ്യം ഞാൻ വന്നു നിന്നപ്പോ ഭയങ്കര പ്രശ്നം. എന്തേ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പോലും, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്കറ് ചെല്ലാത്തത് കൊണ്ടോ നല്ല ചോദ്യം. ചോദ്യമൊക്കെ ചില ടെക്നിക്കൽ വിളിക്കാം. പിന്നെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നത് പൂന്നൂരടുത്ത് ചേപ്പാടിയില്ല. അപ്പൊ ചെങ്ങനെ ഒന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായിരുന്നാലും എല്ലാം നിർത്തി ദുആക്കാൻ കണ്ടപ്പോ രാഷ്ട്രീയക്കാർക്കാൻ അങ്ങനെ വന്നിട്ട് എന്റെ പേരോട് ഇങ്ങനെ അയച്ചിട്ടുണ്ടാ പറഞ്ഞ്. നമ്മൾ നിനക്ക് വിഷയം അറിയാനാണോ ഉദ്ദേശം? അല്ല പേരോട് പറഞ്ഞു. പേരോട് എന്താ പറഞ്ഞ്? ഞാൻ പറയും വിഷയം അറിയാനാണോ? ഇനി പറയും പേരോട് എന്താ പറഞ്ഞത്? അപ്പോ ഇങ്ങനെ ഒരു കുരുട്ടിന്റെ. അപ്പൊ അവിടെ ചെന്നപ്പോ ചോദ്യം എന്താ ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മയ്യിത്ത് കൊണ്ടുപോയപ്പോ ദിക്ർ ചൊല്ലിനോ? ഹദീസ് കിതാബിലുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ ദിക്റല്ല. അപ്പൊ നമ്മളെ കുട്ടിയോട് ഉസ്താദേ മറുപടി പറയണം. എന്ത് അങ്ങനെ മയ്യിത്ത് കൊണ്ടുമ്പോ ദിക്ർ ചെല്ലാൻ പറ്റുമെങ്കിൽ അല്ലാതെ റസൂലിന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചെല്ലണ്ടേ? അപ്പൊ റസൂലിന്റെ മയ്യിത്ത് കൊണ്ടുപോയപ്പോ മുത്തനബിയുടെ മയ്യിത്ത് കൊണ്ടുപോയപ്പോ ദിക്ർ ചെല്ലിയോ? എന്നാ നമുക്ക് ചെല്ലാം. ഭയങ്കര ചോദ്യാണ്. ഞാൻ പറഞ്ഞു ചോദിച്ചൊക്കെ അവർ കൊടുക്കണം. എന്ത് അത് ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണല്ലോ. ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. ശാസ്ത്രപരിഷത്ത് ചോദിക്കുന്നത് പോലെ ശാസ്ത്രപരിഷത്തേക്കുണ്ടല്ലോ ചോദ്യം. എന്താ ചോദ്യം? കാക്ക പറക്കുന്നു, കോഴി പറക്കുന്നു, ആന പറക്കാത്തതെന്തുകൊണ്ട്? ചോദ്യ. കാക്ക പറക്കുന്നു, കോഴി പറക്കുന്നു, ആന പറക്കാത്തതെന്തുകൊണ്ട്? ശരി തന്നെയാണ്. പറക്കാത്തത് അതിനുണ്ടല്ലോ ചെവി വലിയ കടവൊക്കെ പറഞ്ഞൂടെ. അപ്പൊ അന്തമിട്ട് നോക്കുമ്പോ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം പറയാത്തത് എന്തുകൊണ്ട്? ചോദ്യം ഈ കോലത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യിത്ത് കൊണ്ടുപോയപ്പോ ദിക്റില്ലയോ? പൊന്നാര ഹബീബന്മാരെ റസൂലിന്റെ മയ്യിത്ത് കൊണ്ടിട്ടില്ലല്ലോ. പപ്പാപ്പായികൾ തന്നെ പറയുന്നത്. നിങ്ങൾ ഇതാണ് മൗലികമാർ സകലം തട്ടിപ്പ്. ഈ രൂപത്തില് ചോദിക്കുന്ന വലിയ ചോദ്യം. അതുകൊണ്ടാണ് അവര് വേറെ സ്റ്റേജ് കിട്ടുക, നമ്മൾ വേറെ സ്റ്റേജ് കിട്ടുക. നമ്മൾ പറഞ്ഞോളി, നിങ്ങൾക്ക് കണ്ണും പറയാ. അതാപ്പല്ല. അതേ സമയത്ത് ഇതുപോലെ ഓപ്പൺ വേദി, ഒരു ചോദ്യം ഒരു ചോദ്യം, അങ്ങനെയൊന്നുമില്ല. വിഷയങ്ങൾ തുറന്ന വേദിയിൽ ചർച്ച ചെയ്യുക. ജനങ്ങൾക്ക് തിരിയട്ടെ. അതിനെന്താണ് തയ്യാറാകാത്തത്? വേറെ പ്രശ്നമോ? നിങ്ങൾ വക്കീൽ പോലെ ഓപ്പൺ സ്റ്റേജ്, ഒരു മുഖാമുഖം, നിങ്ങൾ ആർക്കും ചോദിക്കുന്ന സത്യക്ക് കൊടുക്കാം. എന്നാ പിന്നെ മഹാവിധത്തിന്റെ പരിപ്പ് പോയിട്ട് പട്ടണമണി മുട്ടുകളിലേക്ക് വളരിക്കൂലേ? എന്തേ ഒരൊറ്റ ഭാഗ്യം ഉണ്ടാവൂല. ചോദിക്കുന്നതിനൊക്കെ മുട്ടും.